ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു സവാള ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വല്ലുള്ളിയില്ലേ, അപ്പോൾ അതാണ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് സെപ്പറേറ്റ് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഉപ്പൊക്കെ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ ഒരു രീതിയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടും. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയെടുത്ത് പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി ഫുള്ളായിട്ട് എടുക്കാം, വലുതാണെങ്കിൽ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം തുറന്ന് ഞാനിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിംഗ് അവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് പച്ചമുളക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ഇടയിലായിട്ട് കടിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് മുളക് പൊടി മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണവരെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫില്ലിങ്ങിലേക്കുള്ള ഉപ്പ് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനെ കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരെടുക്കുന്ന പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ അത്യാവശ്യം ഒരു തിക്കിലായിട്ടാണ് ഞാനിവിടെ മാവ് കലക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായിട്ട് പോകരുത്. അതിനുശേഷം ഒരു പാനിലേക്ക് ഇതുപോലെ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതുപോലെ മാവൊന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ദോശ ഒന്ന് വെന്ത് വന്നാൽ അതിന് സെൻട്രലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്ന് ഒരല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ മാത്രമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്ത ഒരു സമയത്ത് കുറച്ച് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതാണ്. അതിനുശേഷം നമ്മുടെ ദോശയുടെ 2 സൈഡും ഇതേ ഒരു രീതിയിൽ തന്നെ ആദ്യം ഒന്ന് മടക്കിയെടുത്ത് പിന്നെ അതിൻ്റെ മറ്റേ 2 സൈഡും കൂടെ ഒന്നും കൂടെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മടക്കിയെടുത്തത് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ തുറന്നിട്ട് പിന്നെ മടക്കിയെടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുപോലെ 4 ഭാഗത്തു നിന്നും മടക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണയിൽ നമ്മൾ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്താണ് അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കൂടുതലായിട്ട് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 സൈഡും ഇതേ രീതിയിൽ ഞാൻ ഓരോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിതിൻ്റെ 2 ഭാഗം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓരോ ദോശ നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം പാനിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം കുടഞ്ഞെടുത്ത് അതിനൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ പാനിൻ്റെ ചൂട് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ദോശയാക്കി എടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി പരത്തിയിട്ട് ആ ഒരു രീതിയിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. പക്ഷേ ദോശയായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതുപോലെ ദോശ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിന് സെൻറ്ററിൽ നമ്മൾ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫില്ലിങ്ങാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ അതേ രീതിയിൽ തന്നെ കൊടുത്തു വിടാം കേട്ടോ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ ഇടയ്ക്കൊന്നൊരു ചേഞ്ച് ആവുന്നത് നല്ലതാണ്.
അപ്പോൾ അതാ ഇതും ഞാൻ 4 ഭാഗത്തു നിന്നും നല്ല പോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതായത് ഞാൻ 2 സൈഡും ഒന്നൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെയും പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കി എല്ലാതും ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് ഗോതമ്പപ്പൊടിയും 1 ഉള്ളിയും വെച്ചിട്ട് നമ്മൾ 6 പലഹാരമാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതേ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ വെറും 1 ടീസ്പൂൺ മസാല മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.